ഹായ് എവരിവൺ, വെൽക്കം ടു ഡിയാ വ്ലോഗ് സീരീസ്. കേരളത്തിലെ മറ്റൊരു ഡെസ്റ്റിനേഷനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരു ഹിൽ സ്റ്റേഷനാണ്. 22 ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് വേണം നമ്മൾ ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ചെറിയ ഒരു പുഴ കണ്ടു, അപ്പം അതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. പൊന്മുടിയിലോട്ട് കയറുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ തന്നെയാണ് ഈ ഒരു പുഴയുള്ളത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് വന്ന് കുളിക്കാം. കുറച്ച് നേരം ഇവിടെ ചുമ്മാ ഇരിക്കാനും നല്ല രസമാണ്. ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്, ചേഞ്ചിങ് റൂമുണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരെ മാത്രമായിട്ട് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ടോപ്പിലോട്ട് പോവാം. ഏകദേശം 8 മണിയായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തിരിച്ച് വീണ്ടും ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തോട്ട് പോവാണ്. കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് തുറന്നു. ഇത് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന കാട്ടിലൂടെയുള്ള ഒരു ഡ്രൈവാണ്. തിരുവനന്തപുരം സിറ്റി മുഴുവൻ നല്ല ട്രാഫിക് ജാമും ബ്ലോക്കും അങ്ങനെ മൊത്തത്തിൽ എന്താണ് പറയുന്നത് ഒരു അരുവിലത്തായിട്ട് കിടക്കുന്ന ഒരു വരുവാണ്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് നല്ല പീസ്ഫുള്ളായിട്ട് വണ്ടി ഓടിച്ചു പോകാം. ഇങ്ങോട്ട് കയറുന്ന ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിനാണെങ്കിൽ 40 രൂപയാണ്. അതുപോലെ തന്നെ ഓരോ അഡൽറ്റിനും 40 രൂപ കൊടുത്തിട്ട് വേണം നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. 22 ഹെയർ പിൻ വളവുകളുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്നും വണ്ടി നിർത്താതെ തന്നെ നിങ്ങൾ തുടർന്ന് ഡ്രൈവ് ചെയ്യുക. സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അവിടെ മാത്രമേ നിങ്ങൾ വണ്ടി നിർത്താവുള്ളൂ. തിരുവനന്തപുരം ജില്ലയിലോട്ടൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്.
ഏറ്റവും ടോപ്പിലെത്തിയേക്കാണ് പൊന്മുടി. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഹയസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ്. ഇങ്ങനെ നേരെ പോവാം, അതല്ലെങ്കിൽ ഇതിന് മുകളിലോട്ട് പോവാം. വ്യൂ നല്ല കിടിലം വ്യൂ ആണ്. ഇപ്പം ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല, എല്ലാം തുരുമ്പിച്ച് പോയി. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫുഡ് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. ചുറ്റിനും നല്ല പച്ചപ്പാണ്. നമ്മളിനി നേരെ അങ്ങോട്ട് നടക്കുവാണ്. ഇത് പോലീസിൻ്റെ ഏരിയ ആണ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പ്രൊഹിബിറ്റഡ് സോൺ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടം വരെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇവിടെ കുറച്ച് പാറകളുണ്ട്, അങ്ങോട്ട് അവിടെ എന്തെങ്കിലും വ്യൂ പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാൻ വേണ്ടി നടക്കുവാണ്. നല്ല വ്യൂ പോയിൻ്റ് ആണ്. നമ്മളടുത്ത വ്യൂ പോയിന്റ് നോക്കി നടക്കുവാണ്. അടിപൊളി വ്യൂ ആണ്. ഇവിടാണ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം. ഇവിടുന്ന് ഇനി നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. റെസ്റ്റോറൻറ്റ് വാഷ്റൂമൊക്കെ ആ കാണുന്ന സ്ഥലത്തുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. കുഴപ്പമില്ല ഫുഡ്, എന്നാലും നിങ്ങൾ ഇങ്ങോട്ട് വരുവാണ് അത്യാവശ്യം ഫുഡൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും.
നമ്മൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു കുരങ്ങൻ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നു. അതിങ്ങനെ വണ്ടിയുടെ അടുത്തോട്ട് വരുവാണ്. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ആള് നോക്കുവാണ്. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം, പിന്നെ നമ്മുടെ വണ്ടിയുടെ പുറകെ നിന്ന് മാറത്തില്ല.